നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു വൃശ്ചികക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു വൃശ്ചികക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. 5-ലെ ശനിയും 8-ലെ വ്യാഴവും 4-ലെ രാഹുവും 10-ലെ കേതുവും അടക്കമടങ്ങുന്ന ചരരാശി ഗ്രഹസ്ഥിതിയാണ്. ഈ ഗ്രഹസ്ഥിതിക്കൊപ്പം സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ സ്ഥിതി കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു ഫല വിലയിരുത്തലിലേക്ക് കടന്നാൽ, ആദ്യം നമുക്ക് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദ നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യതകൾ പരിശോധിച്ചാൽ, തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് വിവാദങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തീർക്കുവാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന പുതിയ വഴികൾ ഏകദേശം വിജയകരമാണെങ്കിലും ആ വഴികളിലെ ധർമ്മച്യുതിയെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കടബാധ്യതകൾ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപവാദ ആരോപണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയ്ക്കും ജാഗ്രതയും കൊടുക്കേണ്ടതാണ്. ഭാഗ്യപരീക്ഷണങ്ങൾക്കൊന്നും പറ്റിയൊരു കാലഘട്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മക്കളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മനോവിഷമങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അവയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടൊരു നിശ്ചയദാർഢ്യം പുലർത്തിയാൽ തീർച്ചയായിട്ടും കാര്യവിജയം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ വിവാദങ്ങളിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ധനം കളഞ്ഞു പോവുക, തസ്കരന്മാരാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾക്കും സാധ്യതയുള്ളതുകൊണ്ടും വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ മുന്നോട്ട് പോകേണ്ടുന്നൊരു മാസമാണ് 2026 മാർച്ച് മാസം എന്ന് പറയുന്നത്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4-ാം പാദ നക്ഷത്ര ജാതകരുടെ 2026 ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകൾ ശ്രദ്ധിച്ചാൽ, തൊഴിൽപരമായിട്ട് കാലം ഏകദേശം അനുകൂലമായിരിക്കും. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാൻ ഇടയുണ്ട്. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലുമൊക്കെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭയാശങ്കകൾ വരാനിടയുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ തെന്നി മാറി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർത്ഥാടനത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതരവുമായിട്ടുള്ള ചില ചങ്ങാത്തങ്ങളും അതുവഴിയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വിവാഹ വിഷയത്തിൽ ഏകദേശം അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിലും കാര്യമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ പരിശ്രമം വളരെ ജാഗ്രതയോടുകൂടെ വേണ്ടിവരും. ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ തുടക്കം ഒരു തടസ്സം പോലെ വന്നേക്കാം. ആ തടസ്സങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ട പരിശ്രമം നടത്തിയാൽ മാത്രമേ കാര്യവിജയമുണ്ടാവുകയുള്ളൂ. അലസത ബാധിക്കരുത്. അലക്ഷ്യബോധത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അരുത്. അനിഴം നക്ഷത്ര ജാതകരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത ശ്രദ്ധിച്ചാൽ, തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അധ്വാനഭാരം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുമായിട്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത കലഹമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. സഹപ്രവർത്തകരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി ഈ കാലഘട്ടത്തിൽ ഗുണകരമായിരിക്കില്ല. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഏർപ്പെടുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അത്തരത്തിൽ ഉള്ള സ്വഭാവ വൈകൃതമുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം തന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗദുരിതങ്ങളിൽ മനോദുഃഖം ഉണ്ടാകാനിടയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയേറെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. വിവാഹ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട്.
വിദ്യാഭ്യാസ വിഷയത്തിലും ഏകദേശം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടന്നു മാറുന്നതാണ്. അനിഴ നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസം ജ്യോതിഷഫല സാധ്യത ശ്രദ്ധിച്ചാൽ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ ധനനഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടിയിട്ടുള്ള തീർത്ഥാടനങ്ങൾക്ക് ഫലവത്തായിട്ട് തീരും. മധ്യസ്ഥ ചർച്ചകളിലൂടെ വിവാദ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാക്കുവാനുള്ള പരിശ്രമം വിജയിക്കാനിടയുണ്ട്. പ്രണയ വിഷയങ്ങളിൽ നേരിയ ചാഞ്ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് അനൈക്യം ഉടലെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധീയനങ്ങളുമായിട്ടുള്ള ഏർപ്പാടുകൾ അത്ര വിജയകരമാകണമെന്നില്ല. സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു വയ്ക്കുന്ന ചില കാര്യങ്ങളിൽ നിയമപ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പുത്രന്മാരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾക്ക് ഇടയുണ്ട്. അതുപോലെ തന്നെ സദാചാരം വിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാതിരിക്കുന്നതാണ് നല്ലത്. ധർമ്മച്യുതി ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. കുടുംബ പരദേവത പ്രീതിയൊക്കെ വരുത്തുന്നത് ഏറ്റവും കൂടുതൽ അത്യുത്തമമായിരിക്കും. തൃക്കേട്ട നക്ഷത്രജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ജ്യോതിഷഫല സാധ്യത എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള വിവാദ വിഷയങ്ങളിൽ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വരുമാനത്തിൽ കുറവ് സംഭവിച്ചേക്കാം. അധ്വാനഭാരം വർദ്ധിക്കുവാനും സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം ചില കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്ത് വിജയിപ്പിക്കുവാനും സാധിക്കാതെ വന്നേക്കാം. ഈശ്വര കടാക്ഷം കൊണ്ട് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില കടമ്പിടുത്തങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ആദർശം വിട്ട് പെരുമാറേണ്ടുന്ന സാഹചര്യം വരും. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്ന തരത്തിൽ ചില ബന്ധുക്കളുടെ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ട് നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുന്നതും വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നന്നായിരിക്കും. തൃക്കേട്ട നക്ഷത്രജാതരുടെ 2026 ഏപ്രിൽ മാസത്തിലെ ജ്യോതിഷഫല സാധ്യത പറഞ്ഞാൽ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാതാവിന് ഏതെങ്കിലും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യതയുണ്ട്. സ്വാർത്ഥ താല്പര്യാധിഷ്ഠിതരായിട്ടുള്ള ബന്ധീയനങ്ങൾ വിരോധികളായിട്ട് മാറുവാനുള്ള സാധ്യതയുണ്ട്. പുത്രന്മാർ മുഖേന ചില സാമ്പത്തികമായിട്ടുള്ള അപജയങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിശേഷ ബുദ്ധിയുടെ പ്രവർത്തനമില്ലായ്മ കൊണ്ട് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ നേടാനുള്ള അവസരം ലഭിക്കുമെങ്കിലും ഒരു പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഉന്നതമായിട്ടുള്ളൊരു തൊഴിൽ സാധ്യത ഇപ്പോൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും പരിശ്രമം അനുസരിച്ച് അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ സ്ഥാനമാറ്റം, സ്ഥലമാറ്റം തുടങ്ങിയ വിഷയങ്ങളിലും ഏകദേശം പരിശ്രമത്തിൻ്റെ തോതനുസരിച്ചുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് കാര്യവിജയത്തിലേക്ക് കടക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഏകദേശം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് വൃശ്ചികക്കൂറിലെ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രജാതരുടെ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലമാണ്. ഇനി വൃശ്ചികക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഫലം 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും അത് പരിഹരിക്കുവാനും സാധിക്കും. നിയമപരമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ട് നേരിടുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങളിൽ വേണ്ടത്ര ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകുന്നതിനുള്ള പിഴ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിയമപ്രശ്നങ്ങളെ സംബന്ധിച്ചൊരു ഭയാശങ്ക ഉണ്ടാവാം. തീർത്ഥാടനത്തിലൂടെ മനസമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും. ഭാഗ്യപരീക്ഷണ വിഷയങ്ങളിലൊന്നും ഏർപ്പെടാൻ പറ്റിയൊരു കാലഘട്ടമല്ല. കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ടതായിട്ട് വന്നേക്കാം. സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. ബന്ധന ഭയം ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക. ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് അതിന് പതിവായിട്ട് മരുന്ന് സേവിക്കുന്നവർ മറന്നു പോകാതിരിക്കാനും കൃത്യമായ സമയങ്ങളിൽ അത് കഴിക്കുവാനും വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും വച്ചു പുലർത്തേണ്ടതാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾക്കും നാശങ്ങൾക്കുമൊക്കെ ഈ കാലഘട്ടത്തിൽ സാധ്യത ഉള്ളതുകൊണ്ട് ആരോഗ്യ വിഷയം കൂടെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ബുദ്ധിമുട്ട് കലാശിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക.
കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. അസ്തമയ ശേഷം ശാസ്താക്ഷേത്രത്തിൽ നീരാജനവും ശിവക്ഷേത്രത്തിൽ പിൻവിളക്കം സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുകയും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസം രാഹുർകാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിലോ രാഹു ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും നീലയും കറുപ്പും ഇടകലർന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുകയും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ മേൽപ്പറഞ്ഞ ദേവാലയങ്ങൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്ക് ഇവിടെ വിവരിക്കാവുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരുടെയും വിശ്വാസവും ഭക്തിയും അനുസരിച്ച് ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിലും പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങൾ സന്ദർശിക്കുക. അവിടെ വേണ്ടുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ടതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പൊതുവെ ഗുണകരമാണെങ്കിലും സൂക്ഷിക്കേണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടെന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനിടയുള്ളത് കൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും കോപരഹിതമായിട്ട് ഇടപെടുകയും സമാധാനപരമായിട്ട് സംസാരിക്കുകയും ഏത് വിഷയത്തെക്കുറിച്ചും ആലോചിച്ചും ചിന്തിച്ചും വേണ്ടി വന്നാൽ ഗുരുകാരണവന്മാരുടെ നിർദ്ദേശ ഉപദേശങ്ങൾ തേടിയും കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒന്നും ഇല്ലാതെ തന്നെ 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.